CPIM-ൽ ചേരുകയും സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ജനപ്രതിനിധിയായി, MLA ആയി, പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായി എല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും സമർത്ഥനായ ഒരു സംഘാടകനായിട്ടാണ് ഉയർന്നു വന്നത്. പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും രാഷ്ട്രീയമായി പാർട്ടിയെ അതിശക്തമായി എതിർക്കുന്ന ഒരാളായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം ഒരു നിലപാടിൽ വലിയ തോതിലുള്ള പുനർചിന്തന അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഖാവ് MBR നിശ്ചയദാർഢ്യമുള്ള ധീരനായ ഒരു പോരാളിയായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ CPIM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് MBR വഹിച്ചിരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തീപ്പൊരി നേതാവ് എന്ന പ്രതീതിയാണ് MV രാഘവനുണ്ടായിരുന്നത്. വിഭജന പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ ഉടൻ തന്നെ ഓടിയെത്തുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉശിരൻ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആ സമരങ്ങളെ അവർക്കൊപ്പം നിന്ന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ്. നമ്മളൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും എന്തടോ എന്നൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ഒരു പോരാളി, ഏത് കാര്യത്തിനും നിശ്ചയദാർഢ്യമുള്ള നേതാവ്, ഏത് പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കാനുള്ള ഒരു മനക്കരുത്ത്, വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായ ഒരു അജണ്ട, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായി കണക്കാക്കാം. സാധാരണ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്ന നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ്. പിൽക്കാലത്ത് CPM-മായി തെറ്റിപ്പിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ കേരളീയ പൊതുജീവിതത്തിന് നൽകിയിട്ടുള്ള സംഭാവന എക്കാലവും സ്മരിക്കപ്പെടും.